സൂറത്തുൽ നിസായിലെ 148 സൂക്തം മുതൽ സൂറത്തുൽ മാഇദയിലെ 81 സൂക്തം വരെയുള്ള 6 ജുസ്ഇനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. സാമൂഹികമായ മര്യാദകളെക്കുറിച്ചും വിശ്വാസികളുടെ സ്വഭാവ വ്യതിരിക്തതകളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് മുഖ്യമായും ഈ ഭാഗം ചെയ്യുന്നത്. സംസാരശുദ്ധിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ജുസ് തുടങ്ങുന്നത് തന്നെ. മോശം വാക്കുകൾ ഉറക്കെ പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന പരാമർശമാണ് 148 സൂക്തത്തിൽ. ഈസാ നബി അലൈഹി ഇസ്ലാമയെ കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ വരുന്ന ഈ ഭാഗം അദ്ദേഹം ക്രൂശിക്കപ്പെട്ടിട്ടില്ലെന്നും അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സംരക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും വിശദീകരിക്കുകയാണ് 157 സൂക്തത്തിൽ. ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് 171 സൂക്തം സ്പഷ്ടമായി പറയുന്നു. അതൊരു കവിച്ചിലാണ് പലർക്കും അദ്ദേഹത്തെ ദൈവപുത്രനാക്കി സങ്കല്പിക്കുന്നതിലേക്ക് നയിച്ചതെന്നും ആ കാരണങ്ങളിൽ നിന്ന് ക്രൈസ്തവ സമൂഹം പിന്മാറണമെന്നും 171 സൂക്തത്തിൽ സൂചനയുണ്ട്. കരാർ പാലനത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ മാഇദ തുടങ്ങുന്നത് തന്നെ. വാക്കുകളും കരാറുകളും പാലിക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഭക്ഷണത്തിലെ വിശുദ്ധി മനുഷ്യന്റെ ആരോഗ്യത്തെയും ഭക്തിയെയും എപ്രകാരമാണ് ബാധിക്കുന്നതെന്ന് ഹലാൽ ഭക്ഷണത്തെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ 3-ാം ആയത്തിൽ സൂചനയുണ്ട്. വേദക്കാരായ സ്ത്രീകളുമായുള്ള വിവാഹത്തിന്റെ നിയമങ്ങൾ വിശദീകരിക്കുന്നുണ്ട് 5-ാമത്തെ സൂക്തത്തിൽ. നമസ്കാരത്തിന് മുമ്പുള്ള ശാരീരികവും ആത്മീയവുമായ ശുദ്ധിയെക്കുറിച്ച് വിശദീകരിക്കാൻ 1 പേജോളം വരുന്ന വിശദീകരണം വുളുവിനെ കുറിച്ച് 6-ാമത്തെ സൂക്തത്തിലുണ്ട്. അസൂയ എങ്ങനെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു എന്ന പാഠമാണ് 27-ാം സൂക്തം വിശദീകരിക്കുക വഴി ഹാബീലിന്റെയും കാബീലിന്റെയും സംഭവത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത്. ഒരു മനുഷ്യനെ കൊല്ലുന്നത് മാനവരാശിയെ മുഴുവൻ കൊല്ലുന്നത് പോലെയാണെന്ന് 32-ാം സൂക്തം പറഞ്ഞു വെക്കുന്നു. ഓരോ ജനതക്കും വ്യക്തമായ മാർഗവും നിയമവും നൽകപ്പെട്ടിട്ടുണ്ടെന്നും ആ നിയമങ്ങൾ അനുശാസിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്നും വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മതം, ഈ ദീൻ നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെട്ടു എന്ന പരാമർശത്തോടുകൂടി തുടങ്ങുന്ന അൽ മാഇദയിലെ ആദ്യ ഭാഗം വിശുദ്ധ ദീനുൽ ഇസ്ലാം എപ്രകാരമുള്ള അനുഗ്രഹമാണ് നിങ്ങൾ വിശ്വാസികൾക്കായി നിറച്ചു വെച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കുകയാണ് ഈ ജുസ്ഇൽ ആകമാനം ചെയ്യുന്നത്. അലിയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദീനിനെ അള്ളാഹു പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് കേവലമായ മതനിയമങ്ങളുടെ പൂർണ്ണത എന്നുള്ള നിലക്ക് മാത്രമല്ല, പൂർണ്ണമായ ഒരു വ്യവസ്ഥ എന്നുള്ള നിലക്ക് മനുഷ്യ സമൂഹത്തിനാകമാനം സഞ്ചരിക്കാവുന്ന വഴി എന്നുകൂടിയാണ് എന്ന് ഈ ജുസ് നമ്മളോട് പറഞ്ഞു വെക്കുന്നു.